കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചാണ് ഫസ്റ്റ് ടൈം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ വരുന്നത്. ഇന്ന് ഞങ്ങൾ നല്ലൊരു ദിവസമാണ് കേട്ടോ ചെന്നത്. ഇപ്പം അമ്പലത്തിലെ ഉത്സവം ഫസ്റ്റ് ഉത്സവമായിരുന്നു കേട്ടോ. നമ്മൾ ചെന്ന അന്ന് അവിടെ കൊടി കയറി എങ്ങാണ്ട് ചെയ്തു. ഉത്സവം സ്റ്റാർട്ട് ചെയ്ത് എന്തോ ഒരു നല്ല സമയത്ത് അപ്പം വണ്ടിയൊക്കെ ഒന്ന് പൂജിക്കാലോ എന്നും പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പോയി. അവിടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റിലുമായിട്ട് നിറയെ കടകളും ഒക്കെ. മുല്ലപ്പൂ കണ്ട എനിക്കൊരു വീക്ക്നെസ്. കണ്ടപ്പോഴേ എൻ്റെ മനസ്സ് ഒന്ന് ചാഞ്ചാടി, അയ്യോ മുല്ലപ്പൂ വാങ്ങണം, ഇച്ചിരി തലയിൽ വെക്കണം എന്നുള്ള. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതിട്ടൊക്കെ വന്നപ്പോൾ മുല്ലപ്പൂ വാങ്ങി. കാരണം അവിടെ പൂജയൊക്കെ ഉള്ള സമയമാണ്ട് 12 മണി കഴിഞ്ഞിട്ടേ വണ്ടി പൂജിക്കത്തോളം എന്ന് പറഞ്ഞ് നമ്മൾ കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ അവിടുന്ന് നമുക്ക് ഉണ്ണിയപ്പം കിട്ടി. കൊട്ടാരക്കര ഉണ്ണിയപ്പം ഫേമസ് അല്ലേ, നല്ല ടേസ്റ്റ് ആയിരുന്നു. കഴിച്ചു. ദാണ്ട മുല്ലപ്പൂ വാങ്ങിച്ചു. ഇനി നമുക്കിത് തലയിൽ വെക്കാം. പിന്നെ നമ്മൾ കാറിൽ വെക്കുക, ഒരു ഗണപതിനെ നോക്കി നടക്കുവാണ്. ഞാൻ പറഞ്ഞായിരുന്നു ഗണപതിയെ കാറിൽ വെക്കുവാണെങ്കിൽ കൊട്ടാരക്കര അമ്പലത്തിൽ വരുമ്പോൾ അവിടെ കിട്ടും. എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഏത് അമ്പലത്തിലാണോ പോകുന്നത് അവിടെ ഉള്ള കടകളിൽ നിന്ന് അവിടുത്തെ ദൈവങ്ങളുടെ വിഗ്രഹം വാങ്ങുന്നത് എനിക്കിഷ്ടമാണ്. ഞാൻ ചോദിക്കുക കുങ്കുമച്ചെപ്പ് കൊള്ളാവോ, വാങ്ങണമെന്നൊക്കെ. എന്നിട്ട് നമ്മൾ കൈകോർത്ത് അമ്പലത്തിന് ചുറ്റും നടന്ന് പ്രാർത്ഥിച്ച് വെയിറ്റ് ചെയ്തിരുന്നു. അമ്പലത്തിലെ പൂജയൊക്കെ കഴിഞ്ഞ് വന്നപ്പം തിരുമേനി അവിടെ ഒരു 2-3 കാറുണ്ടായിരുന്നു പൂജിക്കാനായിട്ട്. എല്ലാം കാറും പൂജിച്ചു, നമ്മുടെ കാറും പൂജിച്ചു. അങ്ങനെ ബ്ലെസ്സിങ്സ് ഒക്കെ വാങ്ങിയിട്ട് വന്നു.